Hello, welcome back to my channel and I'm Nimisha Davies. നമ്മൾ ഇന്ന് വന്നോക്കുന്നത് പുതിയൊരു സീരീസ് ആയിട്ടാണ്. ഓക്കെ, നമ്മളിപ്പോൾ പാരലലി അവിടെ പവർ ബി ഐയുടെ സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാതെ ഇത് വേറൊരു സീരീസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഇവിടെ പ്ലേലിസ്റ്റിൽ പോകണമെങ്കിൽ കാണാൻ പറ്റും. ഓൾറെഡി ഇവിടെ പൈത്തൺ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇല്ലേ? കോർ പൈത്തൺ ആൻഡ് അഡ്വാൻസ് പൈത്തണും നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ SQL ലൈവ് ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്, അതേപോലെ റെക്കോർഡഡ് ക്ലാസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഫൈൻ. പിന്നെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പവർ ബി ഐ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ഒരു ഇതിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീരീസുകളൊക്കെ കവർ ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പം അതിന് വേണ്ട അടുത്തൊരു മൊഡ്യൂളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കാണ് നംപൈ. നമ്മൾ പൈത്തണിൻ്റെ ഒരു ലൈബ്രറിയാണ് എന്ത് നംപൈ എന്ന് പറയുന്നത്. EDA ടൂളാണത്. ഓക്കെ, എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളും കൂടിയാണ് എന്ത് നംപൈ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതല്ല നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഫൈൻ. യെസ്, EDA ടൂൾസ് അല്ലെങ്കിൽ പൈത്തൺ ലൈബ്രറീസ് ആണ് ഏതൊക്കെ? നംപൈ, പാൻഡാസ്, മാറ്റ്പ്ലോട്ലിബ് ആൻഡ് സീബോ. ഓക്കെ, അതിൽ നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത് ഏതായിരിക്കും? നംപൈ ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കാം. ക്ലിയർ ആയില്ലേ? ഇത് ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഡിഫറൻസ് മനസ്സിലാകാൻ വേണ്ടി ഒരു ടേബിൾ ആക്കിയതേ ഉള്ളൂ. നമ്മൾ ഓരോ പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് കവർ ചെയ്യുന്നതാണ് നംപൈ. നംപൈ എന്ന് വെച്ചാൽ ഒരു EDA ടൂളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നംപൈ സ്റ്റാൻഡ്സ് ഫോർ ന്യൂമറിക്കൽ പൈത്തൺ ആണ്. ഓക്കെ, ഇത് നമ്മൾ മെയിനായിട്ടും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലീനിയർ ഓൾജിബ്ര ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ നംപൈ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഏതൊക്കെ ലീനിയർ ഓൾജിബ്ര ടൈപ്പ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെട്രിക്സ്, വെക്ടേഴ്സ്, ഫോറിയർ ട്രാൻസ്ഫോംസ്. ഈ മൂന്നെണ്ണമാണ് ലീനിയർ ഓൾജിബ്ര ഓപ്പറേഷൻ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പം നംപൈയുടെ ഒരു ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളുടെ ഫേസ് റെക്കഗ്നേഷൻ അത് നമുക്ക് നംപൈയിൽ ചെയ്യാൻ പറ്റും. മെഷീൻസിന് എങ്ങനെയാണ് നമ്മുടെ ഫേസ് മനസ്സിലാവുന്നത്? എല്ലാവരുടെ ഫേസ് എങ്ങനെ വെച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ 1 സെക്കൻഡ്. ഫേസ് റെക്കഗ്നിഷൻ ഇത് കണ്ടോ? ഈ ഇമേജ് കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എങ്ങനെയായിരിക്കും മെഷീൻസ് നമ്മുടെ ഫേസ് മനസ്സിലാക്കുന്നുണ്ടായിരിക്കുക? നമ്മുടെ ഫേസിലത്തെ ഓരോ കോർഡിനേറ്റ്സ് നോക്കിയിട്ടാണ് അത് മനസ്സിലാക്കുന്നുണ്ടാവുക. ഇപ്പം ഇതിന് കണ്ടോ, ഇതിലെന്താണ് പല പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഹെഡിനെ എന്താക്കിയിട്ടുണ്ട്? 4 ഹെഡിനെ 1, 2, 3, 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. നോസിനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. ഇവിടെ 2 ഐസ്. അങ്ങനെ ഫേസിന് മൊത്തം ഓരോരോ കോർഡിനേറ്റ്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഓരോരോ പോർഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഫേസ് റെക്കഗ്നീഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നുവെച്ചാൽ ഒരാൾ ചിരിക്കുകയാണോ, കരയാണോ, എക്സ്പ്രഷൻ ഒന്നും ഇല്ലേ, പൊട്ടിച്ചിരിക്കുകയാണോ, അതൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ഈ കോർഡിനേഷൻസിൽ വരുന്ന ചേഞ്ച് ആണ്. എന്ന് വെച്ചാൽ വേണ്ട ഒരു മിനിറ്റ്, ഇതിലുണ്ടായിരിക്കും. ഇവിടെ ഒരു കണ്ടോ, ഈ ഈ ഓരോ കോർഡിനേഷൻ എന്നും പറയണതും ഓരോ ബൈനറി നമ്പേഴ്സ് ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിളിൽ നമ്മുടെ ഫേസിനെ 4 ലെയർ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഫസ്റ്റത്തെ ലെയർ 4 ഹെഡ്, സെക്കൻഡ് ലെയർ ഐസ്, തേർഡ് ലെയർ നോസ്, ഫോർത്ത് ലെയർ ലിപ്സ്. ഇങ്ങനെ 4 ലെയർ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഈ 4 ലെയറിനെ 4 കോർഡിനേറ്റ്സ് ആക്കിയിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ഇത് നോക്കുമ്പോൾ എന്താണ്? ഒരു മെട്രിക്സ് പോലെയല്ലേ ഇതിരിക്കുന്നത് അല്ലേ? ഒരു ടേബിൾ ഫോർമാറ്റിൽ വെക്കുകയാണെങ്കിൽ അതൊരു മെട്രിക്സ് പോലെയാണ്. 4 ഹെഡിനെ തന്നെ 4 ആക്കി ഡിവൈഡ് ചെയ്തു, ഐസിനെ തന്നെ 4 ആക്കി ഡിവൈഡ് ചെയ്തു, നോസിനെ 4 ആക്കി, ലിപ്സിന്റെ പാർട്ട് 4 ആക്കി. ഇങ്ങനെ മൊത്തം 4 ലെയറിനെ എഗെയിൻ 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4x4 മെട്രിക്സ് ആണത് അല്ലേ? അപ്പൊ നമ്മുടെ ഫേസിനെ മൊത്തം 4x4 മെട്രിക്സ് ആക്കിയിട്ട് ഇതിൽ ഡിവൈഡ് ചെയ്തു. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. എങ്ങനെയല്ല ചെയ്യാൻ, ഞാൻ ഒരു എക്സാമ്പിൾ പറയണമെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതില്
ഇപ്പൊ ആള് ചിരിക്കാണ്, പുഞ്ചിരിക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ ഏത് ലെയർ ആയിരിക്കും എഫക്ട് ആവുന്നുണ്ടാവുക? ഈ തേർഡ് ലെയർ ആയിരിക്കും എഫക്ട് ആവുന്നുണ്ടാവുക അല്ലെ. എന്ന് വെച്ചാൽ ലിപ്പിൻ, സോറി തേർഡ് അല്ല, ഫോർത്ത്, ചുണ്ട് എവിടെ ഇരിക്കുന്ന ഫോർത്ത് ലെയറിൽ, ഫോർത്ത് ലെയർ ആയിരിക്കും അത് എഫക്ട് ആവാം. എന്ന് വെച്ചാൽ ലിപ്പിന്റെ ലെയർ ആണ് അത് എഫക്ട് ആവുന്നുണ്ടായിരിക്കാം. അപ്പോ ഈ ഒരു ലെയറിലത്തെ വാല്യൂ കൂടാണോ കുറയാണോ ചെയ്യുന്നുണ്ടായിരിക്കുക? ഒരാൾ ചിരിക്കുമ്പോൾ ഈ വാല്യൂസ് കൂടാണോ കുറയാണോ ചെയ്യുക? ഒബിയസ്ലി അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ചിരിക്കുമ്പോൾ നമ്മളുടെ ചുണ്ട് കുറച്ച് എക്സ്പാൻഡ് ആവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ അവിടെ ഇൻക്രീസ് ആവുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരാൾ പൊട്ടിച്ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുമ്പോൾ എന്താ, ചിലപ്പോൾ നമ്മുടെ ചുണ്ടിന്റെ അവിടെ മാത്രം വ്യത്യാസം വരുന്നുണ്ടാവും, മൂക്കിന്റെ അവിടെ വ്യത്യാസം വരുന്നുണ്ടാവും ഇല്ലേ. അങ്ങനെ പല പല പാർട്ടിൽ ചേഞ്ചസ് വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആ മെഷീൻ അവിടെ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും ഏതൊക്കെ പാർട്ടിലാണ്, ഏതൊക്കെ കോർഡിനേറ്റ്സിലാണ് ചേഞ്ചസ് വന്ന് നോക്കണത് എന്നുള്ളത്. അപ്പൊ നമ്മൾ മുൻകൂട്ടി മെഷീനിന് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത്, ഇന്ന കോർഡിനേറ്റ്സ് ഒക്കെ ചേഞ്ച് വന്നാൽ സ്മൈലി ആയിരിക്കും അല്ലെങ്കിൽ ലോഫി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീല് കണ്ടിട്ടുണ്ടായിരിക്കും, ഒരാളിങ്ങനെ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് നോക്കുമ്പോൾ എന്താണ്, ആള് ചിരിക്കുകയാണ്, 28 ഏജ് എന്ന് പറഞ്ഞിട്ട് വന്നത്. പിന്നെ ഇപ്പുറത്തെ ഏതോ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരാള് 300+ ഏജ്, ആംഗ്രി മോഡാണ്, ജെൻഡർ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോസ്റ്റിന്റെ പോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഇതുപോലെ വെച്ചാൽ അതൊരു എക്സാമ്പിൾ ആണ്, ഫേസ് റെക്കഗ്നേഷൻ ഒരു എക്സാമ്പിൾ ആണതും. അപ്പൊ എന്താണ്, നമ്മളുടെ ഫേസിൽ ചേഞ്ചസ് വരുമ്പോൾ കോർഡിനേറ്റ്സിന്റെ വാല്യൂസിലും ചേഞ്ചസ് വരും. അത് വെച്ചിട്ടാണ് എന്ത്, ഈ ഒരു ഫേസ് റെക്കഗ്നേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഈ കോർഡിനേറ്റ്സിനെ എന്താക്കിയിട്ടുണ്ട് ഇവിടെ, ഇതിൽ 4x4 മെട്രിക്സ് ആക്കിയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് നോക്കുന്നത് അല്ലേ. അപ്പൊ മെട്രിക്സ് ഓപ്പറേഷൻ നമുക്ക് ഈ ഒരു ഫേസ് റെക്കഗ്നേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. പൈത്തണിലത്തെ മെട്രിക്സ് ഓപ്പറേഷൻ നമുക്ക് ഏതിൽ യൂസ് ചെയ്യാം, ഫേസ് റെക്കഗ്നേഷനിലും യൂസ് ചെയ്യാം. നംപൈ ഫേസ് റെക്കഗ്നേഷനിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ. നംപൈ പോലെ തന്നെ വേറൊരു ലൈബ്രറിയും കൂടി ഉണ്ട്, സൈപൈ. സൈപൈ എന്നല്ലേ പ്രൊണൗൺസ് ചെയ്യുക, സിക്പൈ, സൈപൈ, ഇതാണ് സ്പെല്ലിംഗ് കേട്ടോ. ഓക്കെ. അതെന്താ, സയന്റിഫിക് പൈത്തൺ ആണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ അതെന്തിനായിരിക്കും, നംപൈ ന്യൂമറിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ, സൈപൈ എന്ന് പറയുന്നത് എന്തിനായിരിക്കും, സിക്പൈ എന്ന് പറയുന്നത് എന്തിനായിരിക്കും, സയന്റിഫിക് പൈത്തൺ, സയന്റിഫിക് ഓപ്പറേഷൻസിനായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സയന്റിഫിക് ഓപ്പറേഷൻസ് പറഞ്ഞാൽ ഏതൊക്കെയാ, ലോഗരിതം, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് സയന്റിഫിക് ഓപ്പറേഷൻ. നമ്മൾ നംപൈയുടെ പോലെ അത്രയ്ക്കധികം ഈ സൈപൈ യൂസ് ചെയ്യുന്നുണ്ടാവില്ല, എന്നാലും നമുക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ. നമുക്ക് ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്, ഡിഫറൻസ് ബിറ്റ്വീൻ നംപൈ ആൻഡ് സൈപൈ. നംപൈ എന്തിനാണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, സൈപൈ എന്തിനായിരിക്കും, സയന്റിഫിക് ഓപ്പറേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ നംപൈ എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, നംപൈയുടെ ആകെ ഒരു അപ്ലിക്കേഷൻ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള അപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ, നംപൈയുടെ യൂസേജുകൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അത് നിങ്ങൾക്കൊരു ടാസ്ക് ആണ്. സോ യെസ്, that's all for this video. Thank you. Have a nice day.